വീണ്ടും ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ അതേപോലെ തന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്നലെയോ മിന്നാന്നോ കോഴിക്കോട് സിനാൻ എന്ന് പറയുന്നൊരു യുവാവ് ഒരു കാറ് മോഷണം നടത്തിയിട്ട് അതിൽ ഒരു 10 വയസ്സായ ആൺകുട്ടിയെ ബലമായി പിടിച്ചു കൊണ്ടുപോയി സെക്ഷൽ അബ്യൂസിന് വേണ്ടി കൊണ്ടുപോയത് നാട്ടുകാർ തടഞ്ഞു എന്ന് പറയുന്നു. ഞാനൊന്ന് പറയട്ടെ സുഹൃത്തുക്കളെ, ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാത്തവരാണ് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതം തിരഞ്ഞെടുത്ത ആദിലയുടെയും നൂറയുടെയും അതുപോലെ തന്നെ ആഷിയുടെയും ജാസിയുടെയും പിന്നാലെ നടക്കുന്നത്. മതപാഠശാലകളിൽ എത്ര കുട്ടികളാണ്, മതപാഠശാലകളിൽ നിന്നല്ല, ഓരോ വീടുകളിലും എത്ര കുട്ടികളാണ് ഇത്തരത്തിൽ ലൈംഗികമായ ആക്രമണത്തിന് ഇരയാകുന്നത്. പ്രായപൂർത്തിയായവരുടെ ലൈംഗികതയെക്കുറിച്ച് അറിയാനുള്ള ആവേശം ഇത്തരത്തിൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിലൊന്നും കാണിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ആദില നൂറ വിഷയവും അതുപോലെ ജാസി ആഷി വിഷയവുമാണ് കത്തി ഉയർന്നു നിൽക്കുന്നത്. അതിനേക്കാളൊക്കെ ഉപരി കുട്ടികൾ വിദ്യാലയങ്ങളിലും മതപാഠശാലകളിലും വീടുകളിലും പലതരത്തിലുള്ളതായ ലൈംഗിക ആക്രമണത്തിനും ഇരയാവുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് എപ്പോഴെങ്കിലും ആരെങ്കിലും ഈ യൂട്യൂബ് വീഡിയോകളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരക്ഷരം മിണ്ടിയതായി ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം വളരെ പ്രായം ചെന്ന ഒരു വൃദ്ധ ജാസിയുടെയോ ആഷിയുടെയോ അമ്മയാണെന്ന് തോന്നുന്നു, അവരുടെ പിന്നിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് അവരങ്ങനെ യൂട്യൂബിൽ വന്നത് തോന്നുന്നത്. അവർക്ക് യൂട്യൂബുമായിട്ട് അത്ര പരിചയമൊന്നുമില്ല. ജാസിയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഇന്ന് വേറെ ഒരു വ്യക്തി ജാസിയെക്കുറിച്ച് പറയുന്നത്, ജാസി ആരാണ്, ജാസി സ്ത്രീയാണോ പുരുഷനാണോ ട്രാൻസ്ജെൻഡറാണോ എന്ന് തിരിച്ചറിയാതെയാണ് പലരുടെയും ആരോപണങ്ങൾ. ഒരു വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയാണ്, അല്ലെങ്കിൽ കഴിവുണ്ടായിട്ടും അത് അഭിനയിക്കുന്ന രീതിയിലാണ് ചിലരുടെ പ്രസ്താവനകൾ കാണുന്നത്. ഇതൊക്കെ വളരെ തെറ്റായ മാതൃക തന്നെയാണ്, തെറ്റായ പ്രവൃത്തികൾ തന്നെയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ നിരന്തരം ജാസിയുടെയും ആഷിയുടെയും പിന്നാലെ നടന്ന് ആദിലയുടെയും നൂറയുടെയും പിന്നാലെ നടന്ന് അവരുടെ ജീവിതത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ടല്ലോ. അവരവർക്ക് ഇഷ്ടപ്പെട്ട ഇണകളെ തേടി അവർ ജീവിക്കുന്നു. നിങ്ങൾക്കാർക്കും അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല. പിന്നെന്തിനാണ് നിങ്ങൾ നിരന്തരം അവരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇനി നിങ്ങൾ അവരെ സ്വീകരിക്കുമോ? അവർക്കിഷ്ടമുള്ളതായ ജീവിതമാണ് അവരാഗ്രഹിക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ളതായ ജീവിതമല്ല, നിങ്ങൾക്കിഷ്ടമുള്ളതായ ജീവിതം നിങ്ങൾ ജീവിച്ചോളുക. അല്ലാതെ മറ്റുള്ളവരിലേക്ക് അത് അടിച്ചേൽപ്പിക്കുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു വസ്തുതയല്ല എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത്, അവരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരും എത്തിച്ചു നോക്കാൻ വരുന്നില്ലല്ലോ, അതുപോലെ തന്നെയാണ് അവരുടെ ജീവിതവും. അതുകൊണ്ട് ആരെ തന്നെ ഇറക്കിയാലും അതിനെതിരെ സംസാരിക്കാൻ ഇന്ന് ഇന്ത്യയിൽ നിയമമുണ്ട്. എല്ലാവർക്കും തരത്തിലും ജീവിക്കാനുള്ള അവകാശങ്ങൾ ലെസ്ബിയൻസിനും ഗേയ്ക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളാരും മറന്നു പോകരുത്. നിങ്ങളോടെല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും എൻ്റെ സന്തോഷവും അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നന്ദി, സന്തോഷം.